നിമിഷവും ഓരോ ദിവസവും നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഒന്നു മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തോട് കടപ്പാടും വിനയവുമുള്ളവരായി നമുക്കിരിക്കാം. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് തൃശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ചർച്ച്. ഈ കർമ്മലമാതാ ദേവാലയത്തിലെ ഏതാനും കാഴ്ചകൾ കണ്ടുകൊണ്ടിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇടവകയുടെ ലഘു ചരിത്രവും വിശുദ്ധ ബലിയർപ്പണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും മതബോധനത്തിന്റെ പ്രത്യേകതകളും ഒക്കെ നാം കണ്ടു. ദേവാലയത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഈ ആഴ്ചയിലെ പുതിയ പ്രേക്ഷകർക്കായി ആ ലഘുചരിത്രം ഒന്ന് പറഞ്ഞ് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. 165 വർഷങ്ങൾ പിന്നിടുന്ന കർമ്മലമാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമാകുന്നതിന് മുൻപ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഏതാണ്ട് 50ഓളം കുടുംബങ്ങൾ 14 കിലോമീറ്റർ അപ്പുറത്തുള്ള വേലൂർ സെന്റ് സേവേഴ്സ് ദേവാലയത്തിലാണ് മതപരമായ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. യാത്രാ സൌകര്യം കുറവായിരുന്ന ആ കാലത്ത് ഇവിടെ നിന്ന് അവിടം വരെ പോയി ഈ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുക വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ദേവാലയം വേണമെന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ ആഗ്രഹിച്ചത്. അങ്ങനെ ഇടവക സമൂഹത്തിന്റെയും ഈ പ്രദേശത്തെ ആളുകളുടെയും സഭാ അധികാരികളുടെയും നിരന്തരമായ ഇടപെടൽ മൂലം 1856 ഇവിടത്തെ ആദ്യത്തെ ദേവാലയം പനമ്പും ഓലയും ഒക്കെ വെച്ച് നിർമ്മിച്ച ആദ്യത്തെ ദേവാലയം സ്ഥാപിതമാകുന്നത്. പിന്നീട് അവിടെ നിന്നുള്ള വലിയ വളർച്ചയാണ് ഇന്നത്തെ മനോഹരമായ ദേവാലയത്തിലെത്തി നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മുട്ടത്തച്ഛനാണ് ഈ മനോഹര ദേവാലയത്തിന്റെ ശില്പി. തൃശൂർ അതിരൂപതയുടെ വികാർ ജനറലായിരുന്ന മോൺസിഞ്ഞോർ ജോസഫ് കാക്കിശ്ശേരി ആണ് 2002 ഈ ദേവാലയം ശിലാസ്ഥാപനം നിർവഹിച്ചത്. 2004 അതിരൂപത മെത്രാപ്പോലീത്തയായിരുന്ന ജേക്കബ് തൂങ്കുഴി പിതാവ് ഈ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിച്ചു. പരിശുദ്ധ കർമ്മലമാതാവിന്റെ നാമധേയത്തിലുള്ള മനോഹരമായ ഈ ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കാണുകയും തിരിച്ചറിയുകയും അരൂപി നിറഞ്ഞ മനോഹരമായ ദേവാലയത്തിന്റെ മദ്ബഹയുടെ അൾത്താരയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിശ്വാസ പരിശീലനത്തിലെ ഏതാനും കാഴ്ചകൾ കണ്ടുകൊണ്ടിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. കുട്ടികളോടുള്ള എന്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും ബാക്കി. അത് മതബോധന അധ്യാപകർക്കുള്ളതാണ്. അവരുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. കുണ്ടന്നൂരിലെ മതബോധന അധ്യാപകർ എല്ലാവരും എന്റെ കൂടെയുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാ. മെത്രാൻ കേട്ടിട്ടുണ്ടോ? മെത്രാൻ മെത്രാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെത്രാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് വിശ്വാസ പരിശീലനത്തിലെ അധ്യാപകരോടുള്ള എന്റെ ചോദ്യം. ഇവിടെ ടീച്ചർ കൈ ഉയർത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. കൈതാത്തിക്കോ. പേര് എന്ന് പറഞ്ഞു. രജിത. രജിത ടീച്ചർ പറയാൻ പോകുന്ന ഉത്തരം എന്താ? മേൽനോട്ടക്കാരൻ. മെത്രാൻ എന്ന വാക്കിന്റെ അർത്ഥം മേൽനോട്ടക്കാരൻ എന്നാണ് രജിത ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഉത്തരം ശരിയാണ്. സിസ്റ്ററിനൊരു ധൈര്യം പോരാത്തത് പോലെ. ശരിയാണോ? ശരിയാണോ? ശരിയാണെങ്കിൽ പിന്നെ നോക്കി നിൽക്കുന്ന എന്തിനാണ്? നല്ലൊരു കൈയടി കൊടുത്തേ. വളരെ കൃത്യമായ ഉത്തരമാണ് രജിത ടീച്ചർ പറഞ്ഞത്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ജീവചരിത്രവും ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ സർട്ടിഫിക്കറ്റും ഒരു ജപമാലയും വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു.
വിശ്വാസ പരിശീലനത്തിലെ ഈ കുഞ്ഞുമക്കളെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ചു നടത്താനായിട്ട് മതബോധന അധ്യാപകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. പൌരോഹിത്യ ജീവിതത്തിന്റെ വഴിത്താരയിലും സന്യസ്ത ജീവിതത്തിന്റെ പന്താവിലും നിങ്ങളുടെ യാത്രയിൽ ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ കർമ്മലമാതാവിന്റെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളെ തുണക്കട്ടെ. ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഗുഡ്നസ് പാരീഷ് മീറ്റിനോട് സംസാരിക്കാൻ കാത്തു നിൽക്കുന്നത് അൾത്താര ബാലസംഘത്തിലെ കുട്ടികളാണ്. പറയാൻ തോന്നുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇവിടെ 51 പിള്ളേരാണുള്ളത്. നല്ല സജീവമായ പ്രവർത്തനമാണ്. എല്ലാ ദിവസവും പിള്ളേരെ കുർബാനയ്ക്ക് കൂടാൻ വരികയും നല്ല ഭക്തിയോടെ നിൽക്കുകയും ചെയ്യും. എല്ലാ മാസവും സിമിത്തേരി വൃത്തിയാക്കുക, നല്ല നല്ല കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ വർക്ക്സ് എല്ലാം ചെയ്യാറുണ്ട്. നല്ല കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നന്നായി പ്രാർത്ഥിക്കുന്നവരും എല്ലാ ദിവസവും കുർബാനയിൽ എല്ലാം പിള്ളേർ വരികയും ചെയ്യാറുണ്ട്. അൾത്താര സംഘത്തിന്റെ ആനിമേറ്റർ സിസ്റ്റർ മരിയ സിജിയാണ് ഇവരെ നയിക്കുന്നത്. മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ ആശംസകൾ അറിയിക്കുന്നു. അമ്മമാരാണ് കൂടെയുള്ളത്. മാതൃസംഘത്തിന്റെ ഈ അംഗങ്ങൾക്ക് ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ മാതൃസംഘത്തിലെ 30 അംഗങ്ങളാണുള്ളത്. 2011 ആഗസ്റ്റ് 5-ാം തീയതിയാണ് ഞങ്ങൾക്ക് മാതൃസംഘം രൂപീകരിച്ചത്. ഫ്രാൻസിസ് മുട്ടത്തച്ഛനാണ് ഇതിന്റെ രൂപീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്നത്. അൾത്താരയില്, പൂവയ്ക്കല്, പള്ളി വൃത്തിയാക്കല് എല്ലാ മാതൃസംഘങ്ങൾ ചെയ്തു വരുന്നു. അനാഥാലയങ്ങളിലേക്ക് എല്ലാ കൊല്ലവും നോമ്പ് കാലത്ത് പരിത്യാഗ പ്രവൃത്തി എന്ന പോലെ വസ്ത്രവും മറ്റ് സാധനങ്ങളൊക്കെ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. മാതൃസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കർമ്മലമാതാവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ ആശംസകൾ. ഇടവകയെ, സമൂഹത്തെ പ്രാർത്ഥനയുടെ അരൂപിയാൽ നിറയ്ക്കുന്നത് ഇവരാണ്. ഇവിടത്തെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ അംഗങ്ങൾക്ക് ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 2 മണി വരെ ഞങ്ങളെല്ലാവരും ഉപവസിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. കുരിശിന്റെ വഴി നടത്തുകയും ജപമാലയിലും കരുണയുടെ ജപമാലയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും മറ്റു രോഗികൾക്കും അശരണായ മക്കൾക്കു വേണ്ടിയും ഇടവകയിലെ ഓരോ മക്കൾക്കു വേണ്ടിയും ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഭവനങ്ങളിൽ പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈദ്യസഹായം ആവശ്യമായ രോഗികൾക്ക് ഞങ്ങളാലാകുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾ കൊടുക്കുന്നു. കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥനാ സഹായമാകുവാനും നിങ്ങൾക്ക് കഴിയട്ടെ. ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ ആശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കും. KLM കേരള ലേബർ മൂവ്മെന്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇതിലെ സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഫോറം, കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫോറം, ടൈലേഴ്സ് യൂണിയന്റെ ഫോറം, പീഡിക തൊഴിലാളി ഫോറം, വിദഗ്ധ തൊഴിലാളി ഫോറം, അങ്ങനെ 5 ഫോറങ്ങൾ ഇവിടെ സമഷ്ടമായി പ്രവർത്തിക്കുന്നു. വിശുദ്ധ യവസപിതാവിന്റെ മരണത്തിരുന്നാൾ മാർച്ച് മാസം 19-ാം തീയതി ഊട്ടുതിരുന്നാളായി ആഘോഷിക്കുകയും അന്ന് തന്നെ പതാക ദിനം ആഘോഷിക്കുകയും ചെയ്തു. മെമ്പർഷിപ്പ് വിതരണവും അന്നേ ദിവസം നടത്തുന്നു. ഈ KLM സംഘടനയിൽ 34 അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു. സമൂഹത്തിന് വേണ്ടി കൂടുതൽ നന്നായി പ്രവർത്തിക്കാനായിട്ട് KLMന് കഴിയട്ടെ. ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ ആശംസകൾ വളരെ സ്നേഹത്തോടെ. നിർധനരെയും നിസ്സഹായരെയും സഹായിക്കുന്ന വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ പറയാൻ പോകുന്നതും ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ പ്രേക്ഷകരോടാണ്. കേൾക്കാം. പഴയ പ്രവർത്തകരുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ സംഘടനയിൽ 23 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പൂർണ്ണമായും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് 6 മണിക്കാണ് എല്ലാ മാസവും മീറ്റിംഗുകൾ കൂടുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ച ഏകദേശം 135 ഭക്ഷണം ഞങ്ങൾ ചൊവ്വന്നൂറുള്ള അനാഥാലയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്നുമാതിരി തന്നെ ഞങ്ങളുടെ എല്ലാ ഞായറാഴ്ചയും രഹസ്യപ്പിരിവ് സാധുക്കൾക്ക് മറ്റുള്ള സാധുക്കൾക്കായി ഞങ്ങൾ വിതരണം ചെയ്യുന്നു. എന്ന് മാത്രമല്ല കൂടുതൽ ഞങ്ങളുടെ അബ്ദീയകാംക്ഷയിൽ നിന്ന് കിട്ടുന്ന സംഖ്യകളും ഞങ്ങൾ പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനായിട്ട് കർമ്മലമാതാവിന്റെ അനുഗ്രഹം, മാധ്യസ്ഥം നിങ്ങൾക്ക് തുണയാകട്ടെ. ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ ആശംസകൾ. ഫ്രാൻസിസ്കൻ അൽമായ മൂന്നാം സഭയുടെ അംഗങ്ങൾക്കും ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഫ്രാൻസിസ്കൻ പ്രാർത്ഥന നടത്തിവരുന്നു. എല്ലാ മാസത്തിലെ ആദ്യ ഞായറാഴ്ചകളിൽ വികാരിയച്ഛന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടത്തിവരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിദ്യാഭ്യാസത്തിനും ഭവന നിർമ്മാണത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഈ വർഷം 48,000 രൂപ കൊടുത്തു. അതിരൂപതയിലെ 90 യൂണിറ്റുകളിൽ പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തിയപ്പോൾ 2 വർഷം 1ാം സ്ഥാനവും 2 വർഷം 2ാം സ്ഥാനവും 1 വർഷം 1ാം സ്ഥാനവും ലഭിച്ചപ്പോൾ ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിച്ചു.
വഴിയോരങ്ങളിൽ കഴിയുന്ന അനാഥകർക്ക് ഒരു മാസം 450 പൊതി ചോറ് കൊടുത്തു വരുന്നു. ഞങ്ങളുടെ മധ്യസ്ഥനായ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ഒക്ടോബർ 4 വിവിധ പരിപാടികളോടെ നടത്തിവരുന്നു. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ അറിയിച്ചു. വളരെ മനോഹരമായ വേഷവിധാനത്തോടെ എന്നോട് ചേർന്ന് നിൽക്കുന്നത് ഇവിടുത്തെ മാതൃസംഘത്തിന്റെ അംഗങ്ങളാണ്. പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം. 33 അംഗങ്ങളോട് കൂടിയാണ് ആദ്യം ആരംഭിച്ചത്. അതുപോലെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും 3 മണിക്കുള്ള ജപമാലയ്ക്ക് ശേഷം ആനിമേറ്റർ സിസ്റ്റർ മരിയ സിജിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടാറുണ്ട്. അതിനുശേഷം ഇടവകയിലെ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശനം നടത്താറുണ്ട്. വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ആതുരാലയം സന്ദർശനം നടത്തി ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. സെപ്റ്റംബർ 8 മാതാവിന്റെ ജനന തിരുനാൾ മാതൃദിനമായി ആചരിച്ചു വരുന്നു. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മ രചിക്കാനായിട്ട് മാതൃസംഘത്തിന്റെ അംഗങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആനിമേറ്റർ സിസ്റ്റർ കൂടെയുണ്ട്. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ. CLCയുടെ ഇവിടത്തെ ഊർജ്ജസ്വലരായ യുവാക്കളാണ് കൂടെയുള്ളത്. പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം. 40 അംഗങ്ങളുള്ള ഈ സംഘടന മാസത്തിലെ 4ാമത്തെ ഞായറാഴ്ച ഞങ്ങളുടെ പൊതുയോഗം നടത്തുകയും ഇടവകയ്ക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമലോത്ഭവ മാതാവാണ് ഞങ്ങളുടെ സംഘടനയുടെ പ്രധാന മധ്യസ്ഥ. ഓഗസ്റ്റ് 15 ഞങ്ങളുടെ സംഘടനയുടെ തിരുനാൾ. ഞങ്ങളുടെ സംഘടന മാതാവിന്റെ അനുഗ്രഹത്തോടുകൂടി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇടവകയിലെയും സമൂഹത്തിലെയും യുവതിയുവാക്കൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആത്മീയവും ഭൌതികവുമായി കൂടുതൽ നന്മകൾ വരുത്തട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. ഇടവകയിലും സമൂഹത്തിലും കുറ്റമറ്റതായി പ്രവർത്തിക്കുന്ന ജീസസ് യൂത്തിലും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്കുണ്ട്, കേൾക്കാം. ഞങ്ങൾ ഇടവകയിൽ കർമ്മലമാതാവിന്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ ഈ യൂത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. ഞങ്ങൾ കൊണ്ട് പറ്റാവുന്നെല്ലാം ഞങ്ങൾ ഇടവകയ്ക്ക് സഹായിച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യവും ഞങ്ങൾ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. ചെറിയ കുട്ടികൾക്ക് അടക്കം ഞങ്ങൾ പ്രാർത്ഥനയിൽ മറ്റെല്ലാ കാര്യവും ഞങ്ങൾ അവർക്ക് ഞങ്ങൾ അതിനെ മുൻനിരയിൽ ഞങ്ങൾ നിൽക്കുകയും ചെയ്യുന്നത്. കൂടുതൽ കരുത്തായി ഇടവകയ്ക്കും സമൂഹത്തിനും മാതൃകയാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും. KCYM-ന്റെ ഊർജ്ജസ്വലരായ ഇവിടത്തെ യുവതിയുവാക്കൾക്ക് ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്ക്, കേൾക്കാം നമുക്ക്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം മീറ്റിംഗ് നടന്നു വരുന്നു. കുണ്ടന്നൂർ ദേവാലയത്തിന്റെയും അതുപോലെ ക്രിസ്ത്യ സഭയുടെ ഉന്നതത്തിനു വേണ്ടിയും കൂടാതെ കുണ്ടന്നൂർ ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി നേത്രദാനം, ഭവന നിർമ്മാണം, അതുപോലെ ബ്ലഡ് ഡൊണേഷൻ എന്നിവ ഞങ്ങൾ നിർവഹിക്കാറുണ്ട്. കൂടുതൽ കരുത്തോടെ ഇടവകയിലെയും സമൂഹത്തിലെയും യുവതിയുവാക്കളുടെ മുന്നിൽ മാതൃകയാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും വളരെ സ്നേഹത്തോടെ. കാർമൽ ജ്യോതി ഇവിടത്തെ പാരിഷ് ബുള്ളറ്റിനാണ്. അവർക്കും പറയാനുണ്ട് 2 വാക്ക്. കുണ്ടന്നൂർ ഇടവകയുടെ ശബ്ദമാണ് കാർമൽ ജ്യോതി പാരിഷ് ബുള്ളറ്റിൻ. ഇടവകയുടെ ഓരോ സ്പന്ദനവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇടവകയെ ആത്മീയമായി ഉയർത്തുന്നതിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. കാർമൽ ജ്യോതി എല്ലാ ഭവനങ്ങളിലേക്കും സമൂഹത്തിലും എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ. ഇത് ഫ്രാൻസിസ് കണ്ണനായ്ക്കൽ ഈ പള്ളിയിലത്തെ കപ്പേരാണ്. 31 വർഷമായിട്ട് 2 വാക്ക് കേട്ടോ നമുക്ക് കേൾക്കാം. 31 വർഷം ഞാൻ കപ്പേരായിട്ട് സേവനം ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഈ ശുശ്രൂഷയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും തമ്പുരാൻ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഞാൻ ഒരു രോഗിയായിരുന്നു. 86-ലെ കപ്പേരാണ് മുമ്പ് രോഗിയായിരുന്നു. ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് അതിൽ കിട്ടിയിട്ടുള്ള സന്ദേശം അനുസരിച്ച് എന്റെ ജീവിതം ക്രമീകരിച്ചപ്പോൾ എന്റെ നട്ടല് അതിനെല്ലാം മാറ്റി തന്നു. തമ്പുരാൻ സൗഖ്യം തന്നു. ചേട്ടാ എല്ലാ ആശംസകളും. ദൈവം അനുഗ്രഹം ഇനിയും ഉണ്ടാവട്ടെ. ദേവാലയത്തിലെ വളരെ പ്രധാനപ്പെട്ട 4 പേരാണ് എന്റെ കൂടെയുള്ളത്. അക്കൗണ്ടന്റ് ജോസ്, കൈക്കാരന്മാരായ ഷാജി, സ്റ്റീഫൻ, ദേവസി. 2 വാക്ക് ഇവരിൽ നിന്നും നമുക്ക് കേൾക്കാം. 625 കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ ഞങ്ങൾക്കിവിടെ കൈക്കാരന്മാരായിട്ട് പ്രവർത്തിക്കാൻ വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം ഇടവകയിലെ ജനങ്ങൾ സാധാരണക്കാരും നിഷ്കളങ്കരുമാണ്. ഇവിടെ ഇപ്പോൾ 6 മാസമായിട്ട് മാറി വന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോജു പനക്കലച്ചൻ ആത്മീയവുമായും ഭൗതികവുമായ കാര്യങ്ങളിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നാനാമുഖങ്ങളിൽ ഇടവകയുടെ വളർച്ച അനുദിനം
വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അച്ഛനെയും ഇടവക്കാരുടെ സഹകരണത്തോടുകൂടി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുറ്റമറ്റതാകട്ടെ. ഇടവകയ്ക്കും സമൂഹത്തിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉപകാരപ്രദമാകട്ടെ. കുട്ടസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഇത് സ്റ്റീഫൻ, ഈ ദേവാലയത്തിലെ ട്രസ്റ്റിമാരിൽ ഒരാളാണ്. സ്റ്റീഫൻ ചേട്ടനെ പരിചയപ്പെടുത്തുവാനുള്ള ഒരു കാരണം, ഇദ്ദേഹം തീർത്ഥാടന ദേവാലയങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാൻ അറിഞ്ഞത് പണം പലിശയ്ക്ക് കടമെടുത്ത് വിദേശ തീർത്ഥാടന ദേവാലയം ജെറുസലേം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2 വാക്ക് ഇദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാം. ഞാൻ ഇവിടെ നിന്നും വേളാങ്കണ്ണിയിലേക്ക് കാൽനടയായി 9 ദിവസം കൊണ്ട് 475 കിലോമീറ്റർ യാത്ര ചെയ്തു ആദ്യമായിട്ട്. അതിനുശേഷം ഞങ്ങൾ 4-5 പേര് ടീമായി മൈലാപ്പൂര് തോമാസ് ലീഗയുടെ കബറിടത്തിലേക്ക് 673 കിലോമീറ്റർ 13 ദിവസം കൊണ്ട് യാത്ര ചെയ്തു. അതിനുശേഷം ഭരണങ്ങാനത്തേക്ക് 150 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് യാത്ര ചെയ്തു. അതിനുശേഷം ഗോവയിലേക്ക് ലാസ്റ്റ് 760 കിലോമീറ്റർ 15.5 ദിവസം കൊണ്ട് കാൽനടയായി യാത്ര ചെയ്തു. നിങ്ങളുടെ താമസ സൗകര്യമെല്ലാം റോട്ടിൽ പീഡിയ മുറത്ത്, പീഡിയ പൂട്ടിക്കഴിഞ്ഞ് പീഡിയ മുറത്ത്, കുളിക്കുന്നത് പുഴയില് കുളത്തില് അങ്ങനെയുള്ള സൗകര്യങ്ങളാണ്. വേറെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് പാട്ടുപാടി മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ 4-5 പേരുണ്ട്. അതിലൊന്ന് എന്റെ മകനുണ്ട്. അങ്ങനെ സുഖമായി യാത്ര ചെയ്യുന്നു. അടുത്തത് മദർ തെരേസ കൽക്കട്ടയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. തീർത്ഥാടനം അത് നൽകുന്ന ജ്ഞാനം വളരെ വലുതാണ്. കൂടുതലായി ഇനിയും സഞ്ചരിക്കാൻ കഴിയട്ടെ. ദൈവത്തിന്റെ വലിയ അനുഗ്രഹമുണ്ടാകട്ടെ. കുട്ടസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ അറിയിക്കും. കുണ്ടന്നൂർ ദേവാലയത്തിലെ ഗായക സംഘത്തിന്റെ കൂടെയാണ് ഞാൻ. വളരെ ഭംഗിയായി ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗാനമാലപിക്കുന്ന ഒരു ഗായക സംഘമാണ് ഇവിടുത്തേതെന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. കുട്ടസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനമാലപിക്കാൻ എന്റെ അടുത്ത് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. റെഡിയല്ലേ? അവര് റെഡിയാണ്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.
രക്തമേകുന്നു ആത്മാവിൽ ദൈവം സ്വസ്തിയേകുന്നു നിത്യമായി ദൈവം സ്വർഗമേകുന്നു ദിവ്യബലി സ്നേഹത്തിൻ ബലി ലോകരക്ഷയ്ക്കായി ദൈവത്തിൻ ബലി ദിവ്യബലി സ്നേഹത്തിൻ ബലി ലോകരക്ഷയ്ക്കായി ദൈവത്തിൻ ബലി സ്വർഗം കഴുകുകയായി ഉലകം ഉയരുകയായി നാമും കർത്താവും ഒന്നായി ചേരുകയായി സ്വർഗം കഴുകുകയായി ഉലകം ഉയരുകയായി നാമും കർത്താവും ഒന്നായി ചേരുകയായി. ദിവ്യകാരുണ്യ സ്നേഹമേ, നീ സ്വർഗമാകുവാൻ നേരമായി. വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇവിടത്തെ ഗായക സംഘം ഗുഡ്നസ് പാരിഷ് സ്മിത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആലപിച്ചത്. എടുത്തു പറയുവാനുള്ളത്, തൃശൂർ അതിരൂപതയിലെ ഗായക സംഘം ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ഈ ഇടവകക്കാരനാണെന്ന് ഉള്ളതാണ്. മറ്റൊന്ന് ഫൊറോന ട്രഷറർ ഈ ഇടവകയിൽ നിന്നാണ്. വളരെ മികച്ച ഗായക സംഘം ആണ് ഇവിടത്തേത് എന്നുള്ളതിന് പ്രത്യേകമായി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഏതായാലും മുന്നോട്ടുള്ള നാളുകളിൽ ഇടവക സമൂഹത്തെ, തീർത്ഥാടകരെ ഒക്കെ ഗാനാലാപനത്തിലൂടെ ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കാളികളാക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ് സ്മിത്തിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും വളരെ സ്നേഹത്തോടെ. കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ നിന്നുള്ള ഈ കാഴ്ചകൾ ഗുഡ്നസ് പാരിഷ് സ്മിത്തിന്റെ ഓരോ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു ദൈവദാസി കുടികൊള്ളുന്ന ഈ ഇടവക ദേവാലയത്തിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാനും വളരെ കൃതാർത്ഥനാണ്. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പതിവ് പോലെ നമ്മുടെ ദേവാലയത്തിന്റെ ചെറിയ ബഹുമാനപ്പെട്ട വികാരി ജോജു പനക്കലച്ചൻ കൂടെയുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ മെമന്റോ വളരെ സ്നേഹത്തോടെ ഞാൻ അച്ഛനെ കൈമാറും. ഗുഡ്നസ് പാരിഷ് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഡിവൈൻ ഗുഡ്നസ് ടിവിയുടെ പ്രവർത്തകരെ ശ്രീ ആന്റണി കണ്ടംപറമ്പലിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്ന് വിവിധങ്ങളായ പരിപാടികളിലൂടെ ഇവിടെ കുട്ടികളെയും മുതിർന്നവരെയും സംഘടനകളെയും എല്ലാം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതിന് കുണ്ടന്നൂർ ഇടവകയുടെ പേരിൽ, കൈക്കാരന്മാരുടെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിൽ ശ്രീ ആന്റണി കണ്ടംപറമ്പലിനും കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ ഇനിയുള്ള സംരംഭങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾ. ഗുഡ്നസ് പാരിഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഒപ്പം നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 8606420099 048027000893. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. ദൈവത്തിന്റെ കടാക്ഷമുണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. ചിറകുകൾ